അതല്ല, താൻ വെറുതെ ഒരു കാഴ്ചക്കാരൻ്റെ ഭാഗം മാത്രമാണ് അഭിനയിക്കുന്നതെങ്കിലും സാരമില്ല. ഒരു തമാശ കാണാൻ കിട്ടിയ അവസരമാവും. കാളിദാസന്റെ ചിന്തകൾ ഈ വഴിക്കാണ് പോയത്. പക്ഷേ ശിവസോമന്റെ മകനെ കാട്ടുമൃഗങ്ങൾ ആക്രമിച്ചതുപോലെ താനും കാട്ടുമൃഗങ്ങൾക്കിരയായി കാണുമെന്ന് അവർ സന്ദേഹിക്കും. അതുമാത്രമേ കാളിദാസനെ ആശങ്കപ്പെടുത്തിയുള്ളൂ. അതിഥിയായി എത്തിയ രാജകുമാരനെപ്പോലെ അവർ കാളിദാസന് രാജസഭയിൽ ഇരിപ്പിടം നൽകി. മഹാരാജാവ് ഗോവിന്ദവർമ്മൻ പരിവാരങ്ങളോടൊപ്പം എഴുന്നള്ളി. മഹാമന്ത്രി മാനദേവൻ എല്ലാവരെയും സ്വാഗതം ചെയ്തു. മഹാരാജൻ, ഇന്ന് നമ്മുടെ രാജ്യത്തിൽ ഒരു പുതിയ അതിഥി വന്നിട്ടുണ്ട്. ദൂരെ കുശാവതി രാജ്യത്തു നിന്നും വന്നിട്ടുള്ള കാളിദാസൻ മഹാപണ്ഡിതനാണ്. കുമാരി വിദ്യോത്തമയുടെ സ്വയംവരത്തിന്റെ നിബന്ധനകൾ കേട്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറായി വന്നതാണ്. തത്വശാസ്ത്രത്തിൽ അഗ്രഗണ്യൻ, തർക്കത്തിലും വേദാന്തത്തിലും അപാര പാണ്ഡിത്യം, കൗമാരം കടന്ന യുവാവ്, മഹാജ്ഞാനിയാണ്. എത്രയെത്രയോ മഹാദാർശനികരെ സംവാദത്തിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നു. കുമാരൻ ഈ മത്സരത്തിൽ വിജയിക്കുന്നതായാൽ അത് കുമാരന്റെയും കുമാരിയുടെയും ഭാഗ്യമായിരിക്കണം. കാളിദാസൻ എഴുന്നേറ്റ് സഭയെ വണങ്ങിയിട്ട് ഇരുന്നു. അധികം വൈകാതെ കുമാരി വിദ്യോത്തമ സഭയിലെത്തി. മഹാമന്ത്രി പ്രഖ്യാപനം നടത്തി. മഹാരാജാവ് ഗോവിന്ദവർമ്മന്റെ പ്രിയപുത്രി കുമാരി വിദ്യോത്തമ ഇപ്പോൾ ഈ യുവാവിനെ ജ്ഞാനപരീക്ഷ നടത്തുകയാണ്. ജ്ഞാനപരീക്ഷയിൽ പരാജയപ്പെട്ടാൽ കുമാരനെ തലമുണ്ഡനം ചെയ്ത് കഴുതപ്പുറത്തിരുത്തി നഗരപ്രദക്ഷിണം നടത്തിക്കുന്നതും പിന്നീട് ഈ രാജ്യത്തിൽ നിന്നും പുറത്താക്കുന്നതുമാണ്. സഭ ഒരു നിമിഷത്തേക്ക് നിശബ്ദയായി. ഒരു യുവാവിന് കൂടി ഉണ്ടാകാൻ പോകുന്ന ദുര്യോഗം ഓർത്തിട്ട് എല്ലാവരും ഖേദം തോന്നിയിട്ടായിരിക്കണം. കാരണം കുമാരിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മഹാപണ്ഡിതന്മാരെന്ന് കേൾവി കേട്ട പലരും പരാജയപ്പെടുന്നത് അവർ കണ്ടതാണ്. കുശാവതിയിലെ കൗമാരം വിട്ടുമാറാത്ത ഈ യുവാവ് ഇവിടേക്ക് വരേണ്ടിയിരുന്നില്ല എന്ന് പലർക്കും തോന്നുന്നുണ്ടായിരുന്നു. മന്ത്രി തുടർന്നു. എന്നാൽ എല്ലാ ചോദ്യങ്ങൾക്കും കുമാരൻ യുക്തമായ ഉത്തരം പറഞ്ഞാൽ കുമാരി ഇന്നേക്ക് 7-ാം നാൾ ശുഭം മുഹൂർത്തത്തിൽ കാളിദാസ കുമാരനെ വിവാഹം കഴിക്കുന്നതാണ്. സഭ കരഘോഷം മുഴക്കിക്കൊണ്ട് പ്രഖ്യാപനത്തെ വരവേറ്റു. കുമാരിക്ക് ചില നിബന്ധനകൾ കൂടിയുണ്ട്. കുമാരി ഇന്ന് ആംഗ്യ ഭാഷയിലാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ ഭാഷയിൽ തന്നെ ഉത്തരം പറയണം. പറയുന്ന ഉത്തരങ്ങൾ ശരിയോ തെറ്റോ എന്ന് ആസ്ഥാന വിദ്വാൻ പുഷ്പദത്തൻ പ്രഖ്യാപിക്കുന്നതാണ്. എന്നാൽ ആരംഭിക്കാം, രാജാവ് പ്രഖ്യാപിച്ചു. കുമാരന് ഈ നിബന്ധനകൾ സമ്മതമാണോ? മന്ത്രി ചോദിച്ചു. അതെ. കുമാരൻ പരാജയപ്പെട്ടാൽ ശിക്ഷ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷത്തിന് ഇത് കാരണമാവരുത്. രാജാവ് മുന്നറിയിപ്പ് നൽകി. ഇല്ല എങ്കിൽ മത്സരം ആരംഭിക്കാം, മന്ത്രി പ്രഖ്യാപിച്ചു. രാജസഭയിലെ എല്ലാവരും സാഗുതം കുമാരിയെ ശ്രദ്ധിച്ചു. കുമാരി എന്തു ചോദ്യമാകുമോ ഇന്ന് ചോദിക്കുക? കുമാരി എഴുന്നേറ്റു നിന്നു. കൈയുടെ ഒരു വിരൽ ഉയർത്തി കാണിച്ചു. എല്ലാവരുടെയും ശ്രദ്ധ കാളിദാസനിലേക്കായി. കുമാരി ചോദ്യം ചോദിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ എന്തോ പറഞ്ഞു കഴിഞ്ഞു. അത് മനസ്സിലാക്കി അതിന് യുക്തമായ മറുപടി പറയണം. കാളിദാസൻ ഒരു നിമിഷം ചിന്തിച്ചു. ഈ വിരലിന്റെ അർത്ഥം എന്തുമാകാം? ഞാൻ ഒരു ചോദ്യമേ ചോദിക്കൂ എന്നതു മുതൽ വേദാന്തത്തിന്റെ തലങ്ങൾ കടക്കുന്ന എന്തു ചോദ്യമാവും അത്? അതുകൊണ്ട് താൻ എന്തു പറയുന്നു എന്നതല്ല പ്രധാനം, അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതാണ്. തന്റെ മറുപടിയെ വ്യാഖ്യാനിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും തനിക്കില്ല. തന്നെ പിടിച്ചുകൊണ്ട് വന്നവരാണ് തങ്ങളുടെ ചോദ്യങ്ങൾ വ്യാഖ്യാനിക്കുക. കുമാരി സഭയിൽ എന്താണ് കാണിക്കാൻ പോകുന്നതെന്നും മറുപടിയായി താൻ എന്തു കാണിക്കണമെന്നും പുഷ്പദത്തൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തനിക്ക് അധികം ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തും തീരുമാനിച്ചോട്ടെ എന്ന വിചാരത്തോടെ കാളിദാസൻ 2 വിരലുകൾ ഉയർത്തി കാണിച്ചു. താനീ കാണിക്കുന്നതാണ് ശരിയായ ഉത്തരം എന്ന ഉറപ്പോടെ, ആത്മവിശ്വാസത്തോടെ. ഇതാ താൻ പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്ന ഭാവത്തോടെ, പുഞ്ചിരിച്ചുകൊണ്ട്. രാജകുമാരി ഒരു നിമിഷത്തേക്ക് അമ്പരന്നു. രാജകുമാരിയുടെ ഭാവമാറ്റം കണ്ട സദസ്യരൊന്നാകെ കൈയടിച്ചു. കാളിദാസന് തന്നെ അത്ഭുതമായി. താനിതെന്താണ് കാണിച്ചതെന്ന് തനിക്ക് തന്നെ അറിയില്ലെങ്കിലും എല്ലാവർക്കും എന്തോ മനസ്സിലായി. അല്ലെങ്കിൽ
എന്തോ മഹത്തായ കാര്യം മനസ്സിലായി എന്ന് എല്ലാവരും ഭാവിച്ചു. തന്റെ 2 എന്ന ഭാവത്തിന് എല്ലാവരും എന്തോ മഹത്തായ അർത്ഥം കണ്ടെത്തിയിരിക്കുന്നു. പുഷ്പദത്തൻ എഴുന്നേറ്റപ്പോൾ കുമാരിയും കാളിദാസനും ഇരുന്നു.